ഇനി ഇറാനും ഇസ്രായേലിനെയും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഏത് രാജ്യത്താണെങ്കിലും ആരുടെ ഒപ്പമാണ് കൂടുതൽ ഫോഴ്സ് ഉള്ളത്, ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലെല്ലാ കാര്യം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. അത് തെളിയിച്ച രാജ്യമാണ് യുക്രൈൻ റഷ്യക്കെതിരെ. നോക്കുക, ഇവിടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടെന്ന് കാണാം. 88 ദശലക്ഷമാണ് ഇറാന്റെ പോപ്പുലേഷൻ എങ്കിൽ 9 ദശലക്ഷം മാത്രമാണ് ഇസ്രായേലിനുള്ളത്. പക്ഷേ സൈനികരുടെ എണ്ണം നോക്കുക, 6.1 ലക്ഷമാണ് ഇറാനുള്ളതെങ്കിൽ 1.7 ലക്ഷം മാത്രമാണ് ഇസ്രായേൽ. പക്ഷേ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അവരുടെ കയ്യിലുള്ള വാഹനങ്ങൾ അതുകൂടി നോക്കേണ്ടതുണ്ട്. റിസർവ് സൈനികരുടെ എണ്ണം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. 3.5 ലക്ഷം റിസർവ് സൈനികരുണ്ട് ഇറാനെങ്കിൽ 4.65 ലക്ഷം റിസർവ് സൈനികരാണ് മറുപക്ഷത്തുള്ളത്. ഇനി സൈനിക വാഹനങ്ങളുടെ എണ്ണം 70,000 സൈനിക വാഹനങ്ങൾ ഇറാൻ ഉണ്ട് എന്നാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതെങ്കിൽ 43,407 എന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂടി നോക്കുക, 551 ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെ എണ്ണമെങ്കിൽ 612 എണ്ണം ഇസ്രായേലുണ്ടെങ്കിൽ അത് ആകാശത്ത് വ്യോമ മേഖലയിൽ അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് കാണിക്കുന്ന കണക്കുകളാണ്. ഇനി നാവികസേന വെസലുകളുടെ കണക്കുകൾ കൂടി നമുക്ക് ഈ ഗ്രാഫിൽ കാണാം, ഈ ടേബിളിൽ കാണാം. അവിടെ 101 നാവികസേന വെസലുകൾ ഇറാൻ ഉണ്ടെങ്കിൽ 67 എണ്ണമാണ് ഇസ്രായേലിന്റെ കണക്ക്. ഇനി മിസൈലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മിസൈൽ ഉപയോഗിച്ചുള്ള അറ്റാക്കാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നതെങ്കിൽ മിസൈലുകളുടെ ഒരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഇറാന് ഷഹാബ്, ഖദാർ, സജ്ജിൽ എന്നൊക്കെ പറയുന്ന ഹ്രസ്വദൂര അല്ലെങ്കിൽ ദീർഘദൂര മിസൈലുകളൊക്കെ അവരുടെ പക്കലുണ്ടെങ്കിൽ സെറീക്കോ വിഭാഗത്തിൽപ്പെടുന്ന ഹ്രസ്വദൂര അല്ലെങ്കിൽ മിഡ് അല്ലെങ്കിൽ ലോങ് അങ്ങനെ പല റേഞ്ചുകളിലുള്ള സെറീക്കോയുടെ വിവിധതരം മിസൈലുകൾ ഇസ്രായേലിനുമുണ്ട്. ഇതാണ് ഒരു കമ്പാരിസൺ. പക്ഷേ ഈ കമ്പാരിസൺ അപ്പുറത്ത് എങ്ങനെ, ഏതൊക്കെ രീതിയിൽ, എവിടേക്ക് ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തുന്നു എന്നതിലാണ് ഒരു പ്രശ്നവും പ്രധാനപ്പെട്ടതും. അത് എങ്ങനെ ഇരു രാജ്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും എന്നതും പ്രധാനപ്പെട്ട വസ്തുതയാണ്.